500 വർഷം കഴിഞ്ഞിട്ടും ഒരു മനുഷ്യന്റെ ബോഡി ഇന്നും ഓൾമോസ്റ്റ് ഇന്റാക്ട് ആയി കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. അത് ഈജിപ്തിലോ ജപ്പാനിലോ അല്ല, നമ്മുടെ ഇന്ത്യയിലാണ്. ഗംഗ ടെൻസിൽ എന്ന ഒരു ബൗദ്ധ സന്യാസിയുടെ കഥയാണിത്. 1975 ഒരു എർത്ത് വന്നപ്പോൾ ക്യൂ വില്ലേജ് എന്ന ഒരു റിമോട്ട് പ്ലേസിൽ ഒരു കല്ലറ തുറക്കപ്പെടുന്നു. അതിന്റെ ഉള്ളിൽ കണ്ടത് ബോൺസോ സ്കെൽട്ടനോ ഒന്നുമല്ല, ഫുൾ ബോഡിയാണ് കണ്ടത്. സ്കിൻ, ഹെയർ, ടീത്ത് പോലും ഉണ്ട്, അതും വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ. കൂടാതെ ഒരു ധ്യാന സ്ഥിതിയിൽ, അതായത് ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരിക്കുന്ന പോലെയാണ് ആ മമ്മിയെ കണ്ടെത്തിയത്. ലോക്കൽ സ്റ്റോറീസ് പറയുന്നത് ആ ടൈമിൽ ക്യൂ വില്ലേജ് ഒരു സ്മോൾ റിമോട്ട് പ്ലേസ് ആയിരുന്നു. ഫുള്ള് തണുപ്പും വരണ്ടതും ലൈഫ് ഈസി അല്ലാത്തൊരു പ്രദേശം. അവിടെ മോൺസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അവർ ഒരു സ്പിരിച്വൽ ഗൈഡ് പോലെയായിരുന്നു. വില്ലേജസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലും, പ്രയറും മെഡിറ്റേഷനും ഒക്കെ ചെയ്യും. ആളുകൾക്ക് മെന്റൽ സ്ട്രെങ്ത് കൊടുക്കും, ഒരു സ്പിരിച്വൽ സപ്പോർട്ട് പോലെ. ഗംഗ ടെൻസിനും അങ്ങനെ ഒരു റെസ്പെക്റ്റഡ് മോങ്കായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിരുന്നു, അഡ്വൈസുകൾ കേട്ടിരുന്നു. ആ ടൈമിൽ വില്ലേജിൽ ഒരു സ്കോർപ്പിയൻ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് വലിയ ഇഷ്യൂ ആയി മാറി. കൂടാതെ അസുഖങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ വന്നു തുടങ്ങി. ആ കാലത്ത് ആളുകൾ ചിന്തിച്ചിരുന്നത് ഇത് ജസ്റ്റ് നോർമൽ പ്രോബ്ലം അല്ല, ഇതെന്തോ നെഗറ്റീവ് എനർജി ആണ് എന്ന രീതിയിലാണ് കണ്ടത്. ആ ടൈമിൽ ഗംഗ ടെൻസിന് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു, വില്ലേജിനെ രക്ഷിക്കാൻ. അദ്ദേഹം സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ സ്ലോലി അദ്ദേഹം ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് കുറച്ചു, മോസ്റ്റ്ലി മെഡിറ്റേഷൻ ലൈഫ്, ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ് കുറഞ്ഞു, ഒരു കാം സൈലന്റ് ലൈഫിലേക്ക് മാറി. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അദ്ദേഹം ഒരു സീൽഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു ടോംബിലേക്ക് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്താണ് ഒരു ബിലീഫ്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഈ സ്കോർപ്പിയൻ പ്രോബ്ലം കുറഞ്ഞു വന്നപ്പോഴാണ് ആളുകൾ ഇദ്ദേഹം മരിച്ചു എന്ന് മനസ്സിലാക്കിയത്. ഇത് കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല, പക്ഷേ അവരത് ഗംഗ ടെൻസിന്റെ സാക്രിഫൈസ് ആയി കണ്ടു. ലാസ്റ്റിൽ അദ്ദേഹം ഒരു പ്രൊട്ടക്ടർ പോലെ ആയി മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മമ്മി റെസ്പെക്റ്റോടും ബിലീഫോടും കൂടിയാണ് ആളുകൾ കാണുന്നത്. കഥ കേൾക്കുമ്പോൾ നോർമലി ഒരു ഡൗട്ട് വരും, ഈജിപ്ത് മമ്മീസ് പോലെ ഇതും പ്രിസർവ് ചെയ്തതാണോ എന്നല്ല. ആക്ച്വലി രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ മമ്മിഫിക്കേഷനിൽ പ്രിസർവേഷൻ ഫുൾ കൺട്രോൾഡ് പ്രോസസ് ആണ്. അവർ ബോഡി ഓപ്പൺ ചെയ്ത് ഓർഗൻസ് റിമൂവ് ചെയ്യും, എസ്പെഷ്യലി സ്റ്റൊമക്, ലങ്സ്, ഇന്റസ്റ്റൈൻ, ബ്രെയിൻ വരെ മൂക്ക് വഴി റിമൂവ് ചെയ്യും. കാരണം ഈ ഓർഗൻസ് ആണ് ഫാസ്റ്റ് ആയിട്ട് ഡീക്കേ ചെയ്യുന്നത്. അതിനുശേഷം അവർ യൂസ് ചെയ്യുന്ന മെയിൻ കെമിക്കൽ ആണ് നൈട്രൻ. ഇത് ഒരു നാച്ചുറൽ സാൾട്ട് മിക്സ് ആണ്. സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ട്. ഇത് ബോഡിയിലുള്ള വെള്ളം അബ്സോർബ് ചെയ്യും. ബേസിക്കലി ബോഡിനെ കംപ്ലീറ്റ് ഡ്രൈ ആക്കും. പിന്നെ ഓയിൽ സ്ട്രെസ്സിങ്സ് അപ്ലൈ ചെയ്യും. ബാക്ടീരിയ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. പിന്നെ ഒരു ലിനൻ ക്ലോത്ത് വെച്ച് ടൈറ്റായി റാപ്പ് ചെയ്യും. ഈജിപ്തിലെ മമ്മി ഉണ്ടാക്കുന്നത് ഒരു എംബാമിംഗ് പ്രോസസ്സ് പോലെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺട്രോൾ ചെയ്തിട്ടാണ് ഡീകേ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി ഗംഗ ടെൻസിന്റെ സ്റ്റൈൽ നോക്കിയാൽ ഗംഗ ടെൻസിൻ കേസിൽ ഇതുപോലെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ബോഡിയുടെ ഉള്ളിൽ തന്നെ കണ്ടീഷൻസ് ചേഞ്ച് ആയി. മോൺസ് ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ അവർ കഴിക്കുന്നത് മോസ്റ്റ്ലി നട്ട്സ്, റൂട്ട്സ്, ഹെർബ്സ് പോലെ സിമ്പിൾ ലോ ഫാറ്റ്, ലോ മോയ്സ്ചർ ഫുഡാണ്. കൂടാതെ നീണ്ട കാല ഉപവാസം. ഇത് ഗ്രാജുവലി ബോഡിയിലുള്ള ഫാറ്റ് റിസർവ്സ് കുറയ്ക്കും. ഫാറ്റ് ഉണ്ടെങ്കിൽ ബാക്ടീരിയ അത് യൂസ് ചെയ്ത് ഡീകേ ഫാസ്റ്റ് ആക്കും. അത് കുറഞ്ഞാൽ ഡീകേ സ്ലോ ആവും. നെക്സ്റ്റ് ഫുഡ് ഇൻടേക്ക് കുറഞ്ഞാലുള്ള വെള്ളം, മോയ്സ്ചർ കണ്ടന്റ് കുറയും, ഡീഹൈഡ്രേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇനി സയന്റിഫിക് ആയി നോക്കിയാൽ ഡികമ്പോസിഷൻ നടക്കുന്നത് മെയിൻലി ബാക്ടീരിയയും എൻസൈമും കൊണ്ടാണ്. അവർക്ക് സർവൈവ് ചെയ്യാൻ 3 മെയിൻ തിങ്സ് ആണ് വേണ്ടത്: മോയ്സ്ചർ, ന്യൂട്രിയൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഗംഗ ടെൻസിന്റെ കാര്യത്തിൽ ഈ 3 കാര്യങ്ങളും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഡയറ്റ് കൊണ്ട് ഫാറ്റ് കുറഞ്ഞു, ഫാസ്റ്റിംഗ് കൊണ്ട് മോയ്സ്ചർ കുറഞ്ഞു, പിന്നെ സ്പിറ്റി വാലിയിലെ ക്ലൈമറ്റ് കൊണ്ട് ടെമ്പറേച്ചറും നാച്ചുറൽ ആയി ബോഡി പ്രിസർവ് ആയി. ഇതൊരു നാച്ചുറൽ ഫ്രീസ് ഡ്രൈ എഫക്ട് പോലെയാണ്. കണ്ടീഷൻസ് കറക്റ്റ് ആയാൽ ബോഡി നാച്ചുറലി പ്രിസർവ് ആവും. പക്ഷെ ഇത്ര പെർഫെക്റ്റ് ആയി സെഞ്ചുറീസ് കഴിഞ്ഞാലും ഇരിക്കുന്നത് സ്റ്റിൽ ഒരു വണ്ടർ ആണ്. ഇതുപോലത്തെ വേറെ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജപ്പാനിലെ സോകുഷിൻ ബുക്സു മോങ്സ് ഉണ്ട്. അവര് സ്ട്രിക്റ്റ് ആയി ഡയറ്റ് കൺട്രോൾ ചെയ്ത് വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്താണ് മമ്മി ആവുന്നത്. പക്ഷെ ഗംഗ ടെൻസിൻ കേസ് അത്ര ക്ലിയർ അല്ല. ഇത് സയൻസും മിസ്റ്ററിയും ബിലീഫും കൂടിയുള്ള ഒരു മിക്സ് ആണ്. മോങ്സിനെ സംബന്ധിച്ച് ഇത് വെറും ഒരു പ്രിസർവേഷൻ പ്രോസസ് അല്ല, അതൊരു സ്പിരിച്വൽ ഗോള് പോലെയാണ്. എസ്പെഷ്യലി സോകുഷിൻ ബുക്സു പ്രാക്ടീസ് ചെയ്തു വരുന്ന മോങ്സിന് ബോഡി പ്രിസർവ് ചെയ്യുക എന്നതൊരു സൈൻ ഓഫ് എൻലൈറ്റ്മെന്റ് ആണ്. അതായത് അവരൊരു സ്റ്റേറ്റ് ഓഫ് ബുദ്ധയിൽ എത്തി എന്നുള്ളതാണ്. ഇന്നും ഈ മമ്മിയെ ക്യൂ വില്ലേജിൽ തന്നെ ഒരു ഗ്ലാസ് എൻക്ലോഷറിൽ വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. 500 വർഷം കഴിഞ്ഞിട്ടും ഇത്ര ഇൻടാക്ട് ആയ ഒരു ബോഡി ഇരിക്കുന്നത് കാണുമ്പോൾ അത് തന്നെ ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ആണ്.